കനക സാറിന് വീട് ഇതാണോന്ന് ചോദിച്ചു. ഞാൻ വീടും കാണിച്ചു കൊടുത്തു. അതിനൊരു പെണ്ണേട്ടനെ തിരക്കി വന്ന ഇപ്പൊ എന്തിത്ര പ്രശ്നം? വീട് ഇതാണെന്ന് വെച്ച് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ എന്താന്ന് ചോദിച്ചപ്പോ ഒന്നും മിണ്ടാതെ ഓട്ടോ കയറി ഒരു ഒറ്റപ്പോക്ക്. പ്രായമുള്ളവരായിരുന്നു. പ്രായമുള്ളവരാന്ന് ഞാൻ എവിടെ ഒന്ന് പറയൂ. സുന്ദരിയാണോ? സുന്ദരി. പൊന്മണിപ്പുഴയുടെ അനുജത്തി നമുക്കൊരേ രാവിലെ കഴിക്കാതെ പോകേണ്ടി വരും അല്ലേ? വിശപ്പ് എന്തെങ്കിലും കഴിക്കാണ്ട് എടുത്തേ. ഇത് ചായെങ്കിലും കടി. ഹലോ, എന്തിട്ട് വയ്യേ? വയ്യാത്തത് ഏട്ടന്റെ മറ്റവക്ക്. അവളോട് പോയി ചോദിക്ക് വയ്യെന്ന്. എന്റെ മറ്റോളാ? അതെ. അയ്യോ, എനിക്കറിയാത്ത എന്റെ മറ്റോളാരുടെ ഇത്. തിരക്കി വന്നായിരുന്നല്ലോ. എനിക്ക് ഈ ഒരാൾ മാത്രം. ഒരു റോഡെ വന്ന് അന്വേഷിച്ച് പോയല്ലോ ഏട്ടനെ. ഞാൻ അറിയത്തില്ലെന്ന് വിചാരിച്ചാ? നീ കണ്ട? ഞാൻ കണ്ട്. നീ കണ്ട? ഞാൻ കണ്ട പോലെ തന്നെ. നീ കണ്ടില്ലല്ലോ. ഇപ്പൊ ഞാൻ കാണാത്തതാണോ കുഴപ്പം? അപ്പൊ അങ്ങനെ ഒരാൾ ഉണ്ടല്ലേ? ഉണ്ടല്ലേ? നീ ഇത് എന്ത് നിന്റെ താരായി പറഞ്ഞതൊക്കെ? അതെന്താ ഏട്ടൻ അറിയുന്നത്? ആര് പറഞ്ഞു? നീ അതൊന്നും ഏട്ടൻ അറിയണ്ട. അങ്ങനെ ഒരുത്തി ഉണ്ടല്ലോ ഏട്ടന്. ഉണ്ടല്ലോ. എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, എന്തൊരഭിനയം, എന്തൊരഭിനയം. നീ ആവശ്യമില്ലാത്ത നീ ചുമ്മാ. സത്യമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു കേട്ടാ. ആരാണത്? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആവശ്യമില്ലാത്ത എനിക്ക് അതിലും വലിയ ദേഷ്യം വരുന്നുണ്ട്. അതാരാണെന്ന് ഏട്ടൻ പറഞ്ഞു. ഓടി വന്നാണ് അന്വേഷിച്ചു പോയത്. നാളെ അവള് വീട്ടിൽ വരും. അതിന് മുന്നേ എനിക്കറിയണം. എന്നിട്ട് വേണേ എനിക്കൊരു തീരുമാനം എടുക്കാൻ. പറഞ്ഞോ ആരാന്ന്? ഇതിപ്പം നാട്ടിലുള്ളവർ പറഞ്ഞറിയേണ്ട ഗതികേടായി. ഇനി ഏട്ടന്റെ വായിന്ന് തന്നെ ഞാൻ കേട്ടോളാം. പറ, ആരാന്ന് പറ. ഇതാരാണെന്ന് ഇതാരാണെന്ന് പറയാതെ ഏട്ടൻ എന്നോട് മിണ്ടാൻ പോലും വന്നു പോരുത് കേട്ടല്ലോ. ഞാൻ അറിയും. ദൈവമേ, സത്യമുള്ളതാണ്. ഞാൻ വീട്ടിൽ ഇരുന്നാ മതി. ഞാൻ അറിയും.